ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനുദീപ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ നിങ്ങൾക്ക് തന്നിരുന്ന ഓറിയന്റേഷൻ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ നമ്മുടെ ആദ്യത്തെ ക്ലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ എന്താണ് നമ്മുടെ ഇപ്പോൾ സിലബസ് വന്നിട്ടുള്ള എക്സൈസ് ഇൻസ്പെക്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കുകളുടെ ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഈ സ്പെഷ്യൽ ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ എവിടെ നിന്ന് പഠിക്കണം ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്. എങ്ങനെ പഠിക്കണം ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്. എന്തൊക്കെ പഠിക്കണം. ഇപ്പൊ നമുക്കൊരു നിയമം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് നിയമങ്ങളാണ് പഠിക്കാനുള്ളത്. സ്പെഷ്യൽ ടോപ്പിക്കിൽ വരുന്നത് ഈ പറയുന്ന എക്സൈസ് ഡ്യൂട്ടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ നിയമങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഏതൊരു നിയമം എടുത്താലും ഇതുപോലെ പുസ്തകങ്ങളായിട്ട് ബെയറാക്റ്റുകളായിട്ടായിരിക്കും കിട്ടുക. ചില പുസ്തകങ്ങൾ ചെറുതായിരിക്കും, ചില പുസ്തകങ്ങൾ വളരെ വലുതായിരിക്കും. ഇങ്ങനെ പുസ്തകങ്ങളായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ ഈ പുസ്തകം മുഴുവൻ പഠിക്കണം, നമ്മുടെ പലർക്കും ഉണ്ടാകുന്ന ചോദ്യമാണ്. ഇനി ഏതൊക്കെ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്, പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് എക്സൈസ് ഇൻസ്പെക്ടർ പഠിക്കണം, അവരുടെ ഫംഗ്ഷൻസ് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ആക്ട് ആണ് ഇവർക്ക് പവേഴ്സ് കൊടുക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഇവർക്ക് പവേഴ്സ് കിട്ടുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു സ്റ്റാറ്റ്യൂട്ട് ആയിട്ട്, അതായത് ഇവർക്ക് കിട്ടിയിരിക്കുന്നത് സത്യത്തിൽ നമ്മൾ പറയുക സ്റ്റാറ്റ്യൂട്ടറി പവേഴ്സ് എന്നാണ്. എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ട് ആണ് ഇവർക്ക് പവർ കൊടുത്തിരിക്കുന്നത്. ഇവർക്ക് പവർ കൊടുത്തിരിക്കുന്നത് സ്റ്റാറ്റ്യൂട്ട് അല്ലെങ്കിൽ നിയമമാണ്. അപ്പൊ നിയമ പവേഴ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ആ പവേഴ്സ് മനസ്സിലാക്കണം. ഓക്കെ, ഏതൊക്കെ നിയമങ്ങളാണ് അവർക്ക് പവേഴ്സ് കൊടുത്തിട്ടുള്ളത്? ഞാൻ പറഞ്ഞുള്ളൂ, ഇന്ത്യ രാജ്യത്ത് ഏതാണ്ട് എണ്ണമറ്റ നിയമങ്ങളുണ്ട്. ആ നിയമത്തിൽ ഏത് നിയമത്തിലൂടെയാണ് അവർക്ക് ഈ പർട്ടിക്കുലർ പവേഴ്സ് കിട്ടിയിരിക്കുന്നത്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള എക്സൈസ് ഇൻസ്പെക്ടറുടെ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, ഓക്കെ, എവിടെ നിന്നാണ് പഠിക്കേണ്ടത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. എന്റെ പേര് അഡ്വക്കേറ്റ് റനിൽ രാജു എന്നാണ്. ഞാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അഭിഭാഷകനാണ്. അപ്പൊ നിയമത്തിന്റെ ഞാൻ ഓറിയന്റേഷൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും തരുന്നത് പോലെ ആദ്യം ഒരു നിയമം, പിന്നെ മറ്റൊരു നിയമം, പിന്നെ വേറൊരു നിയമം, അങ്ങനെയല്ല നമുക്ക് വരുന്നത്. സർട്ടൈൻ സെക്ഷൻസ് ഓഫ് ദി ലോസ്, സർട്ടൈൻ സെക്ഷൻ ഓഫ് എ പർട്ടിക്കുലർ ലോ മസ്റ്റ് ബി റെഡ് ഇൻ കൺകറൻസ് വിത്ത് സർട്ടൈൻ അതർ സെക്ഷൻ ഓഫ് അനദർ ലോ. അതായത് എന്താണ്, ഈ ലോസ് പരസ്പരം കൺകറൻസിൽ വായിക്കണം. പല നിയമങ്ങളും എന്താണ്, ഇഴചേർന്ന് കിടക്കുന്നവയാണ്. അപ്പൊ ആ ഇഴചേർന്ന് കിടക്കുന്ന നിയമങ്ങൾ ഒരുമിച്ച് തന്നെ പഠിക്കണം. ഒരെണ്ണം പഠിച്ച് പിന്നെ സൗകര്യം പോലെ അടുത്തത് പഠിക്കാം, ഇത് രണ്ടും പഠിച്ച് പിന്നെ സമയം ഉണ്ടെങ്കിൽ മൂന്നാമത്തെ പഠിക്കാം. ആ ഒരു പരിപാടി നമുക്കില്ല. നമ്മളുടെ വളരെ കൃത്യമാണ്, വളരെ സ്പഷ്ടമായിട്ടാണ് എന്താണ് പറയുക, നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ള നിയമങ്ങളെല്ലാം നമ്മൾ ഒരുമിച്ചായിരിക്കും പഠിക്കുക. അത് ഞാനൊരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. കാരണം നിങ്ങൾക്ക് ഒരു ഫർദർ കൺഫ്യൂഷൻസ് മറ്റും ഒഴിവാക്കാനായിട്ട് ഉദാഹരണങ്ങൾ ഞാനിപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ ജസ്റ്റ് ഒരു ഉദാഹരണം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നമുക്ക് പതുക്കെ ക്ലാസ്സിലേക്ക് കടക്കാമെന്ന് കരുതുന്നു. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ അനുദീപ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, വളരെ നിലവാരമുള്ള നോട്ടുകൾ, ക്ലാസ്സുകൾ, ഇവ പലതും നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കും. നമ്മളൊരു ലേണിംഗ് കമ്മ്യൂണിറ്റിയാണ്. ഈ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും തന്നെ എന്താണ്, ഉയർന്ന മാർക്കും ഒരു മികച്ച സർക്കാർ ഉദ്യോഗസ്ഥരാകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥന, ആശംസകളോട് കൂടിയിട്ടാണ് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. അപ്പൊ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ലാലേട്ടൻ പറഞ്ഞു തന്നെ എനിക്കും പറയാനുള്ള എന്താണ്, നർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ പലർക്കും എന്താണ്, പലരും ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും ചില ലഹരി പദാർത്ഥത്തിന്റെ പേരൊക്കെ നമ്മൾ പഠിക്കുന്ന ആവശ്യത്തിന് വേണ്ടി കേൾക്കുക. എന്നാ പിന്നെ അതൊന്ന് നോക്കിക്കളയാം എന്നൊന്നും ആരും ചിന്തിക്കണ്ട. നർക്കോട്ടിക്സ് ഇല്ലേ ലാലേട്ടാ, നർക്കോട്ടിക്സ് ഈസ് എ ഡർട്ടി ബിസിനസ്. ഓക്കെ, നമ്മുടെ ലാലേട്ടൻ പറഞ്ഞു കഴിഞ്ഞു, വളരെ മോശം ബിസിനസ് ആണ്. നമുക്ക് പതുക്കെ സിലബസിലേക്ക് കിടക്കാം. നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടറുടെ സിലബസ് PSC ഔട്ട് ചെയ്തപ്പോൾ, എക്സൈസ് ഇൻസ്പെക്ടറുടെ സിലബസ് PSC ഔട്ട് ചെയ്തപ്പോൾ അതിൽ പ്രധാനമായിട്ടും 3 നിയമങ്ങളാണ് നമുക്ക് PSC പറഞ്ഞിട്ടുള്ളത്. 3 നിയമങ്ങൾ. ഒന്ന് അബ്കാരി ആക്ട്,
ഓഫ് 1077. അതിനൊരു കാരണം പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ആദ്യത്തെ ഏതാണ്? അബ്കാരി ആക്ട്. ഓക്കെ, അബ്കാരി എന്ന് പറഞ്ഞാൽ മദ്യവുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അബ്കാരി ആക്ട് ഓഫ് 1077. അടുത്തത് NDPS ആക്ട് 1985. എന്താണ് NDPS? നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985. എന്താണ്? നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985. ഇമ്പോർട്ടന്റ് ആണ്. അടുത്തതാണ് കോഡ്പ. പലരും കോപ്റ്റ എന്ന് തെറ്റിച്ചു പറയുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയല്ല, അതിന്റെ പേര് കോഡ്പ എന്നാണ്. ഞാനും ആദ്യം പഠിച്ച സമയത്ത് കോപ്റ്റ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കോഡ്പ, സിഗരറ്റ് ആൻഡ് അതർ ടൊബാക്കോ പ്രൊഡക്ട്സ് ആക്ട് 2003. അപ്പൊ 3 നിയമങ്ങളാണ് പഠിക്കാനുള്ളത്. കൃത്യമായിട്ട് മനസ്സിൽ പതിപ്പിക്കുക. ഒന്ന് അബ്കാരി ആക്ട്. ഇനി അബ്കാരി ആക്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ പറഞ്ഞുതരാം. ഇതെന്താണ്? ഇത് 1985, ഇത് 2003, ഇത് തന്നെ 1077. നിങ്ങൾ എന്താ കരുതിയത്? ഞാൻ ടൈപ്പ് ചെയ്തപ്പോ 9 മാറി 7 ആയതാണെന്നോ, അല്ലെങ്കിൽ 9 മാറി 0 ആയതാണെന്നോ അങ്ങനെ വല്ലതും കരുതിയിട്ടുണ്ടോ? 1977 എന്നാണോ? അല്ല, തെറ്റിദ്ധരിക്കരുത്. മനസ്സിലാക്കേണ്ടത് നമ്മുടെ അബ്കാരി ആക്ട് കൊച്ചി മഹാരാജ്യത്ത് നിലനിന്നിരുന്ന അബ്കാരി നിയമമാണ്. കൊച്ചി രാജ്യത്തെ അബ്കാരി നിയമമാണ്. കൊച്ചി രാജ്യത്തെ അബ്കാരി നിയമമാണ് നിലനിന്നിരുന്നത്. നമ്മൾ പിന്നീട് സ്വതന്ത്രമായി ഈ കൊച്ചി രാജ്യത്തെ അബ്കാരി നിയമം, കൊച്ചി രാജ്യത്ത് ഗ്രിഗോറിയൻ കലണ്ടർ വളരെ യൂസ് ചെയ്തിരുന്നില്ല. വളരെ അധികമായി കൊച്ചി രാജ്യത്ത് ഗ്രിഗോറിയൻ കലണ്ടർ യൂസ് ചെയ്തിരുന്നില്ല. അവരുപയോഗിച്ചിരുന്നത് കൊല്ലവർഷമായിരുന്നു. അപ്പൊ കൊല്ലവർഷം 1077, അല്ലെങ്കിൽ ഗ്രിഗോറിയൻ കലണ്ടർ 1902. ഓക്കെ, ഗ്രിഗോറിയൻ കലണ്ടർ 1902. അതായത് നമ്മൾ ഇത്രയും ചെയ്താൽ മതി. 1077ന്റെ കൂടെ ഒരു 825 കൂടെ കൂട്ടുക. അപ്പം ഇവിടെ എത്ര കിട്ടും? 12ന്റെ 2 ശിഷ്ടം 1, 10ന്റെ 0 ശിഷ്ടം 1, 9. 1902 ഗ്രിഗോറിയൻ കലണ്ടർ 1902 നിലവിൽ വന്നത്. ഇനി ഡേറ്റ് കൃത്യമായി ചോദിച്ചാൽ 1077 കർക്കിടകം 31. 1077 കർക്കിടകം 31. അതിന്റെ ഗ്രിഗോറിയൻ കലണ്ടറിൽ 2-3 പുസ്തകങ്ങളെ 2-3 പേരുകളാണ് കണ്ടത്. ഞാൻ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തിട്ട് എക്സാക്ട് ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം. മലയാളത്തിൽ വരുന്നത് 1077 കർക്കിടകം 31 അബ്കാരി നിയമം എവിടെ പ്രാബല്യത്തിൽ വന്നത് മക്കളെ? അതാണ് ഇമ്പോർട്ടന്റ്. എവിടെയാണ് അബ്കാരി നിയമം പ്രാബല്യത്തിൽ വന്നത്? കൊച്ചി രാജ്യത്ത്. തിരുവിതാംകൂറിലല്ല, ബ്രിട്ടീഷ് മലബാറിലല്ല, കൊച്ചി രാജ്യത്ത്. പിന്നീട് നമ്മുടെ 956 കേരള സംസ്ഥാനം ഉണ്ടായി. 957 നിയമസഭയൊക്കെ ഉണ്ടായി. കേരളത്തിനൊരു അബ്കാരി നിയമം വേണം എന്നൊരു ആവശ്യത്തിലേക്ക് എത്തിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കൊച്ചിയുടെ അബ്കാരി നിയമം എടുത്തു നോക്കി. കൊള്ളാം, നല്ല ഒന്നാം തരം നിയമം, ഗംഭീരമായിരിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ അബ്കാരി നിയമം നമ്മൾ കടമെടുത്തു. അതുകൊണ്ടാണ് നമ്മൾ അബ്കാരി ആക്ട് കൊല്ലവർഷത്തിൽ എഴുതിയിരിക്കുന്നത്. ഗ്രിഗോറിയൻ കലണ്ടർ 1902 ഓഗസ്റ്റ് മാസമാണ്. ഡേറ്റിൽ മാത്രമാണ് കൺഫ്യൂഷൻ ഉള്ളത്. ഓഗസ്റ്റ് മാസം 1077 കർക്കിടകം 31 നിലവിൽ വന്നത്. ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ NDPS ആക്ട്, നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് 1985. വർഷം ഓർത്തിരിക്കുക. 1985 നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് നിലവിൽ വന്നത്. ഇനി മൂന്നാമതായിട്ട് വരുന്നത് കോഡ്പ, സിഗരറ്റ് ആൻഡ് അതർ ടൊബാക്കോ പ്രൊഡക്ട്സ് ആക്ട് 2003. സിഗരറ്റ്സ് ആൻഡ് അതർ ടൊബാക്കോ പ്രൊഡക്ട്സ് ആക്ട് 2003. ജസ്റ്റ് ഒരു സിമ്പിൾ പറയാം. നിങ്ങൾ ഈ പഴയ സിനിമകളൊക്കെ കാണാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഓഗസ്റ്റ് 1 എന്നും പറഞ്ഞിട്ട് നമ്മുടെ സുകുമാരൻ മുഖ്യമന്ത്രിയായി മമ്മൂട്ടി പോലീസ് ഓഫീസറായിട്ട്, പെരുമാൾ എന്ന പേരിൽ പോലീസ് ഓഫീസറായിട്ട് ഒരു സിനിമയുണ്ട്. ആ സിനിമയുടെ സീൻസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പബ്ലിക്കായിട്ട് മീറ്റിംഗിൽ ഇരുന്ന് സിഗരറ്റ് വലിക്കുന്നത് കാണാം. പല സിനിമകളിലും നമുക്കിത് കാണാം. എന്താണ് പബ്ലിക്കായിട്ട് സിഗരറ്റ് വലിക്കുന്നത്? ഈ 2003 ശേഷമുള്ള പല സിനിമകളിലും ഇത് കാണുന്നില്ല. ഒരു പബ്ലിക് റെസ്റ്റോറന്റിൽ, ഓക്കെ, പല സിനിമകളിലും പഴയ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ റെസ്റ്റോറന്റിൽ ആളുകൾ ഇരുന്ന് പബ്ലിക്കായിട്ട് സിഗരറ്റ് വലിക്കുന്നത് കാണാം. അപ്പം
അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ഈ കോട്ട്പ നിയമം നിലവിൽ വന്നതുകൊണ്ടാണ്. കാരണം നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ പറയും എങ്ങനെയാണ് കോട്ട്പ സ്മോക്കിങ്ങിനെയും അല്ലെങ്കിൽ ടൊബാക്കോ പ്രൊഡക്ട്സിന്റെ യൂസേജിനെയും ലിമിറ്റ് ചെയ്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കിടക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഈ ഓരോ നിയമവും എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് നമുക്കൊരു ഗ്രാഹ്യം വേണം. പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അബ്കാരി നിയമം മാത്രം, എല്ലാ ലഹരി പദാർത്ഥങ്ങളെ കുറിച്ച് പറയുന്നത് അബ്കാരി നിയമം. ചിലരുടെ വിചാരം എന്താണ്, NDPS പിടിച്ചു, അപ്പൊ എല്ലാ ലഹരി പദാർത്ഥം, കള്ളാണെങ്കിലും കഞ്ചാവാണെങ്കിലും പുകവലിയാണെങ്കിലും എല്ലാം NDPS അങ്ങനെയല്ല. ഓരോ ലഹരി പദാർത്ഥത്തിനും ഓരോ നിയമമാണ് രാജ്യത്തുള്ളത്. കേരളത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ ആദ്യത്തെ നോക്കാം. കേരള അബ്കാരി ആക്ട് നമ്പർ 1 ഓഫ് 1077 1902. ഇത് 1902 എന്ന് എഴുതരുത്. നമ്മൾ ആ നിയമത്തെ അംഗീകരിച്ചിരിക്കുന്നത് കേരള അബ്കാരി ആക്ട് 1077 എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു തന്നതാണ്. അതിന്റെ കവറേജിൽ എന്തൊക്കെയാ വരുന്നത്? ലിക്കർ ആൻഡ് ഇൻടോക്സിക്കേറ്റിംഗ് സബ്സ്റ്റൻസസ്. ഓക്കെ, ലിക്കർ ആൻഡ് ഇൻടോക്സിക്കേറ്റിംഗ് സബ്സ്റ്റൻസസ്. അപ്പൊ അതിൽ പറയുന്നുണ്ട് എന്തൊക്കെയാണ്? ആൽക്കഹോള്, ടോഡി, സ്പിരിറ്റ്, ബിയർ, വൈന്, അരാക്ക്. എന്താ അരാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ചാരായം. അല്ലെ, ചാരായ നിരോധനം ഒക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ ചാരായ നിരോധനത്തെ കുറിച്ച് നമ്മൾ പഠിക്കും കേട്ടോ. അപ്പൊ എന്താണ് ചാരായം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആൻഡ് സർട്ടൻ ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സ് അണ്ടർ സ്റ്റേറ്റ് കൺട്രോൾ. അപ്പൊ സ്റ്റേറ്റിന്റെ കൺട്രോളിലുള്ള, സ്റ്റേറ്റ് കൺട്രോൾ ചെയ്തിരിക്കുന്ന സർട്ടൈൻ ആൽക്കഹോളിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള, ഏത് ആൽക്കഹോൾ? ഇനി വളരെ സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ഓൾ സ്പീക്കിംഗ് അബൌട്ട് ഈത്തൈൽ ആൽക്കഹോൾ. ഇതെല്ലാം സംസാരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഈത്തൈൽ ആൽക്കഹോളിനെ കുറിച്ചാണ്. ഡ്രിങ്കബിൾ അല്ലെങ്കിൽ നമുക്ക് മനുഷ്യന് ഉപയോഗിക്കാൻ കഴിയുന്ന ഭക്ഷ്യവസ്തു എന്നല്ല, അതായത് എന്താണ്, ശരീരത്തിലേക്ക് എടുക്കാൻ കഴിയുന്ന ആൽക്കഹോൾ ആണ് ഈത്തൈൽ ആൽക്കഹോൾ. ഇതിനൊരു കൂട്ടുകാരുണ്ട്, മീത്തൈൽ ആൽക്കഹോൾ. വിഷമാ കേട്ടോ. ഈ പല സ്ഥലത്തും എന്താണ്, ചാരായ ദുരന്തങ്ങൾ കേട്ടിട്ടില്ല, കണ്ണടിച്ചു പോയി, മരിച്ചുപോയി. അതെന്താണ്? ഈത്തൈൽ ആൽക്കഹോൾ മാറിയിട്ട് മീത്തൈൽ ആൽക്കഹോൾ എടുത്ത് അടിക്കുന്നതാണ്. അപ്പം സ്പിരിറ്റ്, ഈത്തൈൽ ആൽക്കഹോളും അതുമായി ബന്ധപ്പെട്ടുള്ള, അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ പ്രൂഫ്, മദ്യക്കുപ്പികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണാം പ്രൂഫ്, വോളിയം തുടങ്ങിയ വാക്കുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ പ്രൂഫ്, വോളിയം തുടങ്ങിയ വാക്കുകള്, ഈ വാക്കുകളൊക്കെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്? ആൽക്കഹോൾ കണ്ടന്റുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറയും. ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് വളരെ ചൂടേറിയ ഒരു ചർച്ച നടക്കുകയാണല്ലോ, വീര്യം കുറഞ്ഞ മദ്യം. അപ്പൊ എന്താണ്? അതിന്റെ പ്രൂഫ് കുറവായിരിക്കും എന്ന് പറഞ്ഞാലുള്ള ആൽക്കഹോൾ കണ്ടന്റ് കുറവായിരിക്കും. അപ്പൊ ഇത് ആർക്കാണ് തീരുമാനിക്കാൻ? ആൽക്കഹോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ അവകാശം അത് സ്റ്റേറ്റിനാണ് തീരുമാനിക്കാനുള്ള അവകാശം. അതുകൊണ്ടാണ് നമുക്ക് കേരള അബ്കാരി വന്നത്. അതുകൊണ്ടാണ് നമുക്ക് എന്ത് വന്നത്? കേരള അബ്കാരി ആക്ട് എന്ന പേരിലൊരു നിയമം വന്നത്. കിട്ടിയോ? പോയിന്റ് കിട്ടിയോ? കാരണം ആൽക്കഹോൾ എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ കൺട്രോളിലുള്ള സാധനമാണ്. തെറ്റല്ലേ? അടുത്തത് പിടിച്ചോ. അപ്പൊ കള്ള് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് ടൊബാക്കോ പ്രൊഡക്ട്സ് ആണ്. അപ്പം നമുക്കറിയുന്ന അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും കേട്ടിട്ടുള്ള സാധനം എന്താണ്? സിഗരറ്റുകളാണ്. ടൊബാക്കോ, നമ്മുടെ പുകയില ഉണക്കി അത് ഈ നമ്മുടെ കടലാസ് തിരിക്കകത്തുള്ളിൽ കുത്തിക്കയറ്റി അതിന്റെ അറ്റത്ത് ഒരു സ്പോഞ്ചും വെച്ച് തന്ന് വലിക്കാൻ തരുന്ന സിഗരറ്റ്. എന്നാൽ കോട്ട്പ ആക്ട് കവർ ചെയ്യുന്നത്, കോട്ട്പ ആക്ട് ഓഫ് 2003 കവർ ചെയ്യുന്നത് കേവലം എന്തിനെ മാത്രമല്ല, കേവലം സിഗരറ്റുകളെ മാത്രമല്ല, സിഗരറ്റ്, ബീഡി എന്ന് പറയുന്നത് ബീഡി ലീവ്സ് അതൊരു ചെടിയാണ്. അതിന്റെ ഇല തീർത്തുണ്ടാക്കുന്നതാണ് ബീഡീസ്. സിഗാർസ്, പുകയിലയുടെ, നമ്മൾ ഉപയോഗിക്കുന്ന പുകയിലയുടെ ഇല, ഇത് പ്രോസസ് ചെയ്തതാണ്. നമ്മുടെ സിഗരറ്റ് എന്ന് പറഞ്ഞാൽ അത് പ്രോസസ് ചെയ്ത പുകയിലയാണ് എന്ന് പറഞ്ഞാൽ, എന്നാൽ സിഗാർസിൽ പ്രോസസ് ചെയ്ത പുകയിലയല്ല, പുകയിലയുടെ ഇല ഉണക്കി ചുരുട്ടി എടുക്കുന്നതാണ്. ഇതിനാണ് നമ്മൾ ചുരുട്ട് എന്ന് മലയാളത്തിൽ പറയുക. നമ്മൾ മലയാളത്തിൽ ചുരുട്ട് എന്ന് പറയും. ടൊബാക്കോ ചൂയിങ്, ഈ മുറുക്കാനൊക്കെയുള്ള ടൊബാക്കോ കൊടുക്കുന്നത് ചൂയിങ് ടൊബാക്കോ.
പിന്നെ ഗുഡ്ഖ 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 കണ്ടിട്ടുണ്ടോ? ചുണ്ടിന്റെ ഇടയിൽ വെക്കുന്ന സാധനം, ഹാൻസ്, തമ്പാക്ക് എന്നൊക്കെ പറയുന്നത്. അതർവൈസ് പെർമിറ്റഡ് പാൻ മസാല കണ്ടെയ്നിങ് ടൊബാക്കോ ആൻഡ് അതർ ടൊബാക്കോ പ്രൊഡക്ട്സ്. അപ്പൊ എന്താണ് കോട്ട്പ നിയമത്തിന്റെ പ്രിവ്യൂ? കോട്ട്പ നിയമം ഏത് മെറ്റീരിയലിനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? ടൊബാക്കോ ആൻഡ് ഇറ്റ്സ് പ്രോഡക്ട്സ്. കോട്ട്പ നിയമം എന്തിനെയാണ് ചെയ്യുന്നത്? ടൊബാക്കോ ആൻഡ് ഇറ്റ്സ് പ്രോഡക്ട്സ്. ടൊബാക്കോയെയും അതിന്റെ പ്രോഡക്ട്സിനെയും റെഗുലേറ്റ് ചെയ്യുന്നു. എന്താണ്? പ്രൊട്ടക്ട് പബ്ലിക് ഹെൽത്ത് ബൈ റെഗുലേറ്റിംഗ് ടൊബാക്കോ യൂസ്, സെയില്, അഡ്വർടൈസിംഗ് ആൻഡ് പാക്കേജസ്. സിഗരറ്റിന്റെ കൂട് കണ്ടിട്ടുണ്ടോ? സിഗരറ്റിന്റെ കൂടിൽ ആ സിഗരറ്റിന്റെ പേര് വളരെ ചെറിയതായിട്ടാണ് എഴുതിയിട്ടുള്ളത്. നേരെ മറിച്ച് അതിന്റെ ഭൂരിഭാഗവും ആ കവറേജിൽ എന്താണ്? ടൊബാക്കോ കോസസ്. ഒരു മനുഷ്യന്റെ ഇവിടെയൊക്കെ ക്യാൻസർ ആയിട്ട് അത് മുറിച്ചു മാറ്റുന്നത് എന്താണ്? ടൊബാക്കോ കോസസ് പെയിൻഫുൾ ഡെത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതാണ് വരുന്നത്. അത് കോട്ട്പ നിയമം റെഗുലേറ്റ് ചെയ്തിരിക്കുന്നതാണ്. യെസ്, അടുത്താണ് വെരി ഇമ്പോർട്ടന്റ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിയമത്തിലേക്കാണ് നമ്മൾ അടുത്ത് വരുന്നത്. NDPS ആക്ട്. NDPS ആക്ട് ഡീലിംഗ് വിത്ത് നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട്. നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട്. അപ്പൊ ഇതിൽ നമ്മൾ ഡെഫിനേഷൻസ് പഠിക്കും. എന്താണ് ഒരു നർക്കോട്ടിക് ഡ്രഗ്, എന്താണ് ഒരു സൈക്കോട്രോപിക് സബ്സ്റ്റൻസ്, അത് നമ്മൾ പഠിക്കും. അതിൽ എന്തൊക്കെ വരും? ഖഞ്ച, ചരസ്, ഒപ്പിയം, കറുപ്പ്. ഒപ്പിയം എന്ന് പറഞ്ഞാൽ കറുപ്പ്. ഹെറോയിൻ, കൊക്കൈൻ. ഓക്കെ, ഇതൊക്കെ ഇത് പ്രോസസ് ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങളാ. മോർഫിൻ, ഇതിന്റെ കൂടെ വേറെ സാധനമുണ്ട്, പെത്തഡിൻ. മോർഫിൻ, പെത്തഡിൻ, MDMA, LSD, മെത്താഫെറ്റമിൻ, സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആൻഡ് കൺട്രോൾഡ് സബ്സ്റ്റൻസസ്. അത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മൾ ഈ നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സെക്ഷൻ 52, ഓക്കെ, സെക്ഷൻ 52, അതിൽ പറയുന്നത് എന്താണ്? എസെൻഷ്യൽ ഡ്രഗ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഇപ്പൊ ഉദാഹരണം പറയാണ്, ഒരു ക്യാൻസർ പേഷ്യന്റ്, ഒരു എക്സാമ്പിൾ പറയാം. ഒരു ക്യാൻസർ പേഷ്യന്റ്, അദ്ദേഹത്തിന് വളരെയധികം വേദനയാണ്, പെയിൻ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഡോക്ടർ പറയാണ്, നമുക്ക് എല്ലാ ഹോപ്പും നഷ്ടപ്പെട്ടിരിക്കുന്നു, അദ്ദേഹത്തിന് നമുക്കിപ്പോ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വേദന കുറച്ചു കൊടുക്കാം, അതിരിച്ചിട്ട് മോർഫിൻ ഇഞ്ചക്ഷൻ എടുക്കാം. അപ്പൊ അദ്ദേഹം നമുക്കൊരു പ്രിസ്ക്രിപ്ഷൻ തരും. നമ്മൾ കൊണ്ടുപോയിട്ട് അത് കടയിൽ കൊടുക്കുമ്പോൾ അവർ നമുക്ക് മോർഫിൻ തരും. നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മൾ കടയിൽ പോയിട്ട് ചേട്ടാ ഭയങ്കര തലവേദന, ഒരു പാരസെറ്റാമോൾ വേണം എന്ന് പറഞ്ഞാൽ അവരെടുത്ത് തരൂലേ? അല്ലെങ്കിൽ ചേട്ടാ ഭയങ്കര തലവേദന, ഒരു ഡോളോ വേണം എന്ന് പറഞ്ഞാൽ അവർ തരൂല? അല്ലെങ്കിൽ ചേട്ടാ ഭയങ്കര നെഞ്ചരിച്ചില്, ഒരു ജലൂസിൽ വേണം എന്ന് പറഞ്ഞാൽ അവർ തരില്ലേ? നേരെ മറിച്ച് നിങ്ങൾ കടയിൽ പോയിട്ട് പറയാം, എന്റെ ചേട്ടാ എന്തൊരു വേദനയാ കാലിന്, ഒരു മോർഫിൻ എടുത്ത് ഞാൻ ഒന്ന് കുത്തി വെച്ചിട്ട് ആ വേദന ഒന്ന് മാറ്റട്ടെ എന്ന് പറയാൻ പറ്റുമോ? അതായത് സർട്ടൈൻ ഡ്രഗ്സ് അല്ലെങ്കിൽ സർട്ടൈൻ മെഡിസിൻസ്, അത് സത്യത്തിൽ മെഡിസിൻസ് അല്ല. അത് ആദ്യം മനസ്സിലാക്കുക. രണ്ട് രീതിയുണ്ട്. സത്യത്തിൽ അവ എന്തല്ല? മെഡിസിൻസ് അല്ല, ഡ്രഗ്സ് ആണ്. അത് നമ്മൾ മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുകയാണ്. പോയിന്റ് മനസ്സിലായോ? ഡ്രഗ്സ് അത് ഡ്രഗ് ആണ്. എന്തിനാണ്? നമ്മളെ ഈ പറയുന്ന ന്യൂറോൺസിനെ ഒക്കെ കട്ടാക്കി പെയിനിനെ തലച്ചോറിലേക്ക് എത്തിക്കുന്നില്ല. നമ്മുടെ ചിന്തകളെ തലച്ചോറിലേക്ക് എത്തിക്കാതെ നമ്മുടെ ന്യൂറോൺസിനെ കട്ട് ചെയ്ത് നമ്മളെ സംരക്ഷിക്കുന്നു. നമ്മുടെ പെയിനിൽ നിന്ന് സംരക്ഷിക്കുന്ന സാധനമാണ് ഈ മോർഫിൻ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഡ്രഗ് ആയിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ ഡോക്ടർമാരെന്ന് നോക്കിയപ്പം മനസ്സിലായി എന്താണ്? അങ്ങനെയാണെങ്കിൽ വേദനയുള്ള ഒരു രോഗിക്ക് നമുക്ക് മോർഫിൻ കുത്തി വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ വേദന കുറച്ച് കുറയുമല്ലോ. അപ്പൊ അതെന്ത് ചെയ്തു? അത് അത് മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്നു. മനസ്സിലായോ? ഇതുപോലെയാണ് ഈ കൂട്ടത്തിലുള്ള പല വസ്തുക്കളും. ഇപ്പൊ നമ്മുടെ കറുപ്പ്, ഒപ്പിയം, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്ന് അറിയില്ല. ഇൻ സർട്ടൻ നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഒപ്പിയം ഈസ് ഗിവൺ ത്രൂ റേഷൻ ഷോപ്സ്. ഈ നമുക്ക് ഈ റേഷൻ കാർഡിൽ മണ്ണെണ്ണ, അരി എന്നൊക്കെ കിട്ടൂലേ, അതുപോലെ ഒപ്പിയം റേഷൻ കൊടുക്കുന്ന നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഉണ്ട്. കാരണം എന്താണ്? അത് ഈ കസ്റ്റമറി ആയിട്ട് ഈ ട്രഡീഷണൽ മെഡിസിൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ട് നോർത്ത് ഇന്ത്യയിൽ.
ഈ നാട്ടുവൈദ്യം ചെയ്യുന്നവർ. അപ്പൊ അവർക്ക് എന്താണ്, അവർക്കുള്ള ഒരു മെഡിസിൻ, അവർ കൺസിഡർ ചെയ്യുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മെഡിസിൻ ആണ് ഈ ഒപ്പിയം എന്ന് പറയുന്നത്. പെയിൻ കില്ലിങ്ങിനാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ആഫ്രോഡി മറ്റേ ഈ പറയുന്ന പോലെ മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ആണെങ്കിലും ഒപ്പിയം അവർ യൂസ് ചെയ്യുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിലൊന്നും എന്തല്ല, കംപ്ലീറ്റ് പ്രൊഹിബിഷൻ അല്ല. നമ്മൾ ഈ 3 നിയമങ്ങൾ എടുത്താലും കംപ്ലീറ്റ് പ്രൊഹിബിഷൻ ഓഫ് മെറ്റീരിയൽസ് അല്ല. അബ്കാരി ആക്ട് ആണെങ്കിലും കോപ്പെ ആണെങ്കിലും NDPS ആണെങ്കിലും ഇതൊന്നും കംപ്ലീറ്റ് പ്രൊഹിബിഷൻ അല്ല. കംപ്ലീറ്റ് പ്രൊഹിബിഷൻ അല്ല. മറിച്ച് എന്താണ്, റെഗുലേഷൻ ആണ് അവിടെ. അവിടെ എന്താണ്, റെഗുലേഷൻ ആണ്. എന്താ അവിടെ റെഗുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിന്റെ ഉപയോഗം കുറച്ചു കൊണ്ടുവരിക. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല ഇതിന്റെ, കാരണം ഇതെല്ലാം സമൂഹത്തിൽ അത്രയും ഡീപ്പ് റൂട്ടഡ് ആണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, കൊറോണയുടെ സമയത്ത് മദ്യം കിട്ടിയില്ല എന്ന് പറഞ്ഞ് സാനിറ്റൈസർ എടുത്ത് കുടിച്ചവര്, ബാറുകൾ പൂട്ടി, ബീഹാറിൽ അബ്സല്യൂട്ട് മദ്യനിരോധനം കൊണ്ടുവന്നു, ഒരു തുള്ളി മദ്യം കിട്ടാത്ത അവസ്ഥ വന്നു. അപ്പൊ അവർക്ക് എന്തോ കാര്യം, അവർക്ക് ഈ സാനിറ്റൈസറിന്റെ ഉപയോഗത്തെ കുറിച്ച് വലിയ അറിവില്ലായിരുന്നു എന്ന് തോന്നുന്നു. അവര് സോപ്പ് വെള്ളം കലക്കി കുടിച്ചു. അപ്പൊ നമുക്ക് എന്താണ്, ദിസ് ഇസ് ഡീപ്പ് റൂട്ടഡ് ഇൻ ദ സൊസൈറ്റി. ഇറ്റ് കനോട്ട് ബി, അല്ലെങ്കിൽ ഇതിന്റെ പ്രൊഹിബിഷൻ, ഇറ്റ്സ് പ്രൊഹിബിഷൻ വിൽ bring great and great അല്ല, catastrophic consequences. കാറ്റസ്ട്രോഫിക് കോൺസിക്വൻസസ് കൊണ്ടുവരും. ഭീകരമായിട്ടുള്ള കോൺസിക്വൻസസ് ഇവര് കൊണ്ടുവരും. അപ്പൊ അതുകൊണ്ട് എന്താണ്, നമുക്കിത് റെഗുലേറ്റ് ചെയ്യുക. അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ സ്മോക്കിംഗ്, ഇപ്പൊ മദ്യപാനം നമുക്ക് ഉപയോഗിക്കാം. മദ്യത്തിന്റെ ഒരു കാര്യം എടുക്കാം. നമുക്ക് ഒരിക്കലും ഈ സമൂഹത്തിൽ നിന്ന് മദ്യം തുടച്ചു നിൽക്കാൻ കഴിയില്ല. ഒന്നാമത് സർക്കാരിന് അത് വലിയ വരുമാനമാണ്. രണ്ടാമത് എന്താണ്, സൊസൈറ്റിയിൽ മദ്യത്തിന് അതൊരു ഡീപ്പ് റൂട്ടഡ് ആണ്. സർക്കാർ പതുക്കെ എന്ത് ചെയ്തു, മദ്യത്തിന്റെ ടാക്സ് കൂട്ടിക്കൊണ്ടുവരുന്നു. സർക്കാർ പതുക്കെ മദ്യത്തിന് ടാക്സ് കൂട്ടിക്കൊണ്ടുവരുന്നു. അതുപോലെ എന്താണ്, ലീഗൽ ഏജ് ടു ഡ്രിങ്ക്. മദ്യപിക്കുവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം, ലീഗൽ ഏജ് ടു ഡ്രിങ്ക്, അത് എത്രയാക്കി കൊണ്ടുവന്നു? അത് ഇപ്പോൾ 23 വയസ്സാണ്. 23 വയസ്സുള്ള ഒരാൾക്ക് മദ്യം വിൽക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കോട്ട്പ ആക്ട് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, സെയിൽ ഓഫ് ടൊബാക്കോ, സിഗരറ്റ് വലിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം രാജ്യത്ത് എത്രയാണ്? 18 വയസ്സ്. 18 വയസ്സാണ് ഒരാൾക്ക് സിഗരറ്റ് വലിക്കാൻ രാജ്യത്തുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം. ഇനി ഒരു 100 യാർഡ് റൂൾ ഉണ്ട്, കോട്ട്പ നിയമത്തിൽ വരുന്നതാണ്. 100 യാർഡ് റൂൾ നമ്മൾ ഇനി അങ്ങോട്ട് വരുമ്പോൾ പഠിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ 100 യാർഡ് ചുറ്റളവ്, എനിക്ക് 92 മീറ്റേഴ്സ് അടുത്താണ് അത് വരുന്നത്. 100 യാർഡ്, 100 മീറ്റർ അല്ല കേട്ടോ, 100 യാർഡാണ് കണക്ക്. കുട്ടികൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന് 100 യാർഡ് ചുറ്റളവിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പാടില്ല. ഒരു നിയമമാണ്, കോട്ട്പയിൽ വരുന്ന ഒരു വകുപ്പാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, നോട്ട് പ്രൊഹിബിഷൻ ബട്ട് റെഗുലേഷൻ. നോട്ട് പ്രൊഹിബിഷൻ ബട്ട് റെഗുലേഷൻ ആണ് ഇവരുടെ ഒബ്ജക്റ്റീവ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ അത് സെറ്റ് അല്ലേ?